ഭാരതത്തെ ഹിന്ദു രാഷ്ട്രമാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് RSS എന്നാണ് കേരളത്തിൽ വൻതോതിൽ പ്രചരണം നടക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ അത് ഏകദേശം വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും കേരളത്തിൽ ആ പ്രചരണം ശക്തിയുക്തം നടക്കുന്നുമുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? യാഥാർത്ഥ്യം കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ എന്നത് സംശയമാണ്. കൂടുതൽ വിശദീകരണം ഞാൻ നൽകുന്നില്ല. കാരണം ഇപ്പോൾ RSSന്റെ മേധാവിയായ മോഹൻ ഭാഗവത് ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പൂനെയിൽ നടന്ന ഒരു പ്രഭാഷണത്തിൽ, അതായത് വിശ്വഗുരു ഭാരത് എന്ന പ്രഭാഷണ പരമ്പരയിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത്. ഈ രാമക്ഷേത്ര വിശ്വാസം വിഷയത്തിന് സമാനമായിട്ട് മറ്റ് പള്ളികളിൽ അല്ലെങ്കിൽ മസ്ജിദുകളിൽ അവകാശവാദം ഉന്നയിക്കാൻ ചിലവർ ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല, അത് അവസാനിപ്പിക്കേണ്ടതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടി ഞാൻ പറയാം. അയോധ്യ വിഷയം, അതായത് രാമക്ഷേത്ര വിശ്വാസ വിഷയം കഴിഞ്ഞപ്പോൾ, നമുക്ക് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാൻ കഴിഞ്ഞപ്പോൾ അതേപോലെ സമാനമായ ചില അവകാശവാദങ്ങൾ പലയിടത്തും രാജ്യത്തിൻ്റെ പല ഭാഗം നടക്കുന്നുണ്ട്. അത് അംഗീകരിക്കാൻ കഴിയില്ല. അതല്ല നമ്മുടെ ലക്ഷ്യം, അതല്ല രാഷ്ട്രത്തിൻ്റെ വികസനത്തിന് വേണ്ടത്. അത് ശരിയായ നടപടികളല്ല. ചില ആൾക്കാർ അത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഹിന്ദുക്കളുടെ നേതാക്കൾ തങ്ങളാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നുണ്ട്. അത് അംഗീകരിച്ചു കൊടുക്കാൻ RSSന് കഴിയില്ല. അത്തരത്തിൽ അങ്ങനെ ഒരു അവകാശവാദങ്ങൾ ഓരോ പള്ളികളും ഇനി ഞങ്ങളുടേതാകണം, അവിടെ പണ്ട് ക്ഷേത്രമുണ്ടായിരുന്നു, ആ ക്ഷേത്രം ഉള്ളത് കൊണ്ട് അതെല്ലാം ഞങ്ങൾക്ക് വേണം എന്നുള്ള അവകാശവാദം ഇനി അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. ആ അവകാശവാദങ്ങൾ മതിയാക്കണം എന്നാണ് മോഹൻ ഭാഗവത് RSS മേധാവി പറഞ്ഞിരിക്കുന്നത്. ഈ പറയുമ്പോൾ നമ്മൾ എന്താണ് ഈ RSSന്റെ ലക്ഷ്യം, അല്ലെങ്കിൽ RSS അങ്ങനെ ഒരു രാഷ്ട്രം കൊണ്ടുവരാനാണെങ്കിൽ ഇതിനെ എതിർക്കേണ്ട വല്ല കാര്യവുമുണ്ടോ? അപ്പോൾ ചില തീവ്ര ഹിന്ദു ഗ്രൂപ്പുകൾ ഇത്തരത്തിലുള്ള ചില ആവശ്യങ്ങളുമായി രംഗത്ത് വരുന്നു, പ്രതിഷേധിക്കുന്നു, കോടതിയിൽ പോകുന്നു, ഒക്കെ ശരിയാകുന്നുണ്ട്. ഇതെല്ലാം കേരളത്തിൽ നിന്നുകൊണ്ട് ഇതെല്ലാം RSS ചെയ്യിപ്പിക്കുന്നതാണ്, RSS ആണ് ഇതിൻ്റെ പിന്നിലെല്ലാം പ്രവർത്തിക്കുന്നത് എന്നുള്ള പ്രചരണമാണ് കേരളത്തിലെമ്പാടും നടക്കുന്നത്, ഇപ്പോഴും നടക്കുന്നത്. എന്നാൽ RSS മേധാവി പറയുന്നത് ഇതിനെ അംഗീകരിക്കാൻ കഴിയില്ല. ഇത്തരത്തിൽ പള്ളികളിലെല്ലാം ഈ ക്ഷേത്രങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് അവകാശവാദം ഉന്നയിക്കുന്നതിന് അംഗീകരിക്കാൻ കഴിയില്ല. വ്യത്യസ്തമായ വിശ്വാസങ്ങൾക്കും പ്രത്യയശാസ്ത്രങ്ങൾക്കും എങ്ങനെ യോജിപ്പോടെ ജീവിക്കാനാകും എന്നതിന് ഇന്ത്യ ഒരു മാതൃക കാണിക്കണമെന്ന് ആണ് അദ്ദേഹം പറഞ്ഞത്. ഈ പൂനെയിൽ നടന്ന യോഗത്തിൽ പറഞ്ഞത്, പ്രഭാഷണം നടത്തിയപ്പോൾ. വ്യത്യസ്തമായ വിശ്വാസങ്ങളും, അതായത് പല മതങ്ങളും തമ്മിലുള്ള, പല മതങ്ങൾക്കും പല വിശ്വാസങ്ങൾ, ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന പോലെയല്ല മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്, ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത്, മറ്റ് പാഴ്സികൾ വിശ്വസിക്കുന്നത്, ജൈനർ വിശ്വസിക്കുന്നത്, അങ്ങനെ ഒരുപാട് മതങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ. അവിടെ വ്യത്യസ്ത വിശ്വാസങ്ങൾ ഒരുമിച്ച് ജീവിച്ചു പോകുന്നു. വ്യത്യസ്ത വിശ്വാസങ്ങളാണ് അവർക്കെല്ലാം ഉള്ളത്. അതുപോലെ തന്നെ പ്രത്യയശാസ്ത്രങ്ങളും വ്യത്യസ്തമാണ്. അതായത് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രത്യയശാസ്ത്രങ്ങളും വ്യത്യസ്തമാണ്. ഈ വ്യത്യസ്തതയ്ക്കിടയിൽ, ഈ വൈരുദ്ധ്യങ്ങൾക്കിടയിലുള്ളൊരു ഒരുമിച്ച് പോവുക എന്നുള്ളതാണ് രാജ്യത്തിൻ്റെ യോജിപ്പോടെ ജീവിക്കാനാകുമെന്ന് അങ്ങനെ ഇന്ത്യ എങ്ങനെ മാതൃകയാകാം, ലോകത്തിന് മുമ്പിൽ എങ്ങനെ മാതൃകയാകാം എന്നാണ് നമ്മൾ കാണിക്കേണ്ടത്. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇത്തരം ചിത്രപ്രവർത്തനങ്ങൾ പാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് പറയുമ്പോൾ നമുക്ക് ഓർമ്മിക്കേണ്ടത്, ഇപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട വാദങ്ങൾ രാജ്യത്ത് നടക്കുന്നുണ്ട്. ഒന്ന്, ഉത്തർപ്രദേശിലെ സംഭാലിലെ ഷാഹി ജമാ മസ്ജിദ് തങ്ങൾക്ക് വേണം, അതിൽ ക്ഷേത്രമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാദം വരുന്നുണ്ട്. അതുപോലെ രാജസ്ഥാനിലെ അജ്മീർ ഷെരീഫ് എന്ന് പറയുന്ന മസ്ജിദ് ഞങ്ങൾക്ക് വേണം, അവിടെ ക്ഷേത്രമുണ്ട് എന്ന് പറഞ്ഞു വരുന്നുണ്ട്. ഒരുപക്ഷെ ക്ഷേത്രം ഉണ്ടായിരിക്കാം. കാരണം പണ്ട് നമ്മുടെ നാട്ടിൽ ഈ ഒരുപാട് അക്രമങ്ങൾ, പരദേശികൾ അക്രമം നടത്തിയിട്ടുണ്ട്. ഹിന്ദു മതവിശ്വാസികളല്ലാത്തവർ അക്രമം നടത്തുകയും രാജ്യങ്ങളെ പിടിച്ചടക്കുകയും ക്ഷേത്രങ്ങൾ പിടിച്ചടക്കുകയും ക്ഷേത്രത്തിനകത്തുള്ള വിലപിടിപ്പുള്ള രത്നങ്ങളും പവിഴങ്ങളും കൊള്ളയടിക്കുകയും ക്ഷേത്രം തകർക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകാം. അവിടെ പിന്നെ വരുന്ന ഭരണാധികാരികൾ, ഭരണം പിടിച്ചെടുത്ത ഭരണാധികാരികൾ ആ ക്ഷേത്രങ്ങളെല്ലാം ഇടിച്ചിട്ട്, അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ചില മുൻഭാഗങ്ങളെല്ലാം ഇടിച്ചിട്ട് അവിടെ പള്ളികൾ പണിതിട്ടുണ്ടായിരിക്കാം. പക്ഷേ അതെല്ലാം തിരിച്ചിനി അമ്പലങ്ങളാക്കിയത് കൊണ്ട് എന്തു പ്രയോജനം? രാഷ്ട്ര വികസനത്തിന് അത് കാരണമാകുമോ എന്ന ചോദ്യം ഉയരുമ്പോൾ അതേ ചോദ്യം തന്നെയാണ് അദ്ദേഹം മോഹൻ ഭാഗവത്തും ചോദിക്കുന്നത്. അതൊക്കെ അവിടെ ഇരുന്നോട്ടെ എന്നാണ്. നമ്മൾ വളരെ കാലമായി സൗഹാർദ്ദപരമായി ജീവിക്കുന്നു. ഇന്ത്യക്കാർക്ക് തർക്ക വിഷയങ്ങൾ ഒഴിവാക്കിക്കൊണ്ട്, മുൻകാല തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് തങ്ങളുടെ രാജ്യത്തെ ലോകത്തിന് മാതൃകയാക്കാൻ ശ്രമിക്കണം.
പിന്നെ രാമക്ഷേത്രത്തിന് ശേഷം സമാനമായ പ്രശ്നങ്ങൾ ഉന്നയിച്ച് ഹിന്ദുക്കളുടെ നേതാക്കളാകാൻ ചിലർ കരുതുന്നു. ഇത് സ്വീകാര്യമല്ല. ഭഗവത് പറഞ്ഞ കാര്യമാണ്. ഞാനിത് ഇത് വായിച്ചപ്പോൾ എനിക്ക് വളരെ വല്ലാതെ ശ്രദ്ധിച്ചത് കൊണ്ടാണ് ഞാൻ അല്ലാതെ RSS അനുകൂലി ആയതുകൊണ്ടോ ഞാനൊരു RS കാരനോ ആയതുകൊണ്ടല്ല. ഞാനൊരിക്കലും ഒരു RSന്റെ ഒരു പിന്നെ അവരുടെ ഒരു എന്തു പറയാം, അവരെ ഈ കളിയൊക്കെ നടത്തുന്ന ശാഖ എന്ന് പറയുമല്ലോ, ഒരു RS ശാഖയിലും ഞാൻ പോയിട്ടില്ല, ഞാൻ കണ്ടിട്ടുമില്ല. ഇതുവരെയും ഒരു ശാഖ പോലും ഞാൻ കണ്ടിട്ടില്ല, ഒരിടത്തും പോയിട്ടുമില്ല. RS കാരുമായിട്ട് എനിക്ക് അത്ര അടുത്ത ബന്ധവുമില്ല. പക്ഷേ ദൂരെ നിന്ന് മാറി നിന്ന് വീക്ഷിക്കുമ്പോൾ RSSനെ കുറിച്ച് കേരളത്തിൽ നടക്കുന്ന പ്രചരണങ്ങളൊന്നും അത്ര ശരിയായ കാര്യമല്ല എന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞു. അതുകൊണ്ടാണ് മോഹൻ ഭഗവത്തിൻ്റെ ഈ ഒരു പ്രസ്താവന ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. പിന്നെ ഒരിക്കലും നമുക്ക് നമ്മുടെ നാട്, നമ്മുടെ രാജ്യം മാതൃകയായിട്ട് ലോകത്തിന് മുന്നിൽ ഞെളിഞ്ഞു നിൽക്കണം. ഭാരതം ലോകത്തിൻ്റെ മുന്നിൽ ഒരു മാതൃക രാജ്യമാകണം. അതിന് എല്ലാ വിശ്വാസങ്ങളും എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും ഒന്നിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ കഴിയൂ. അല്ലാതെ അവിടെ ഹിന്ദുക്കൾ മാത്രം വളർന്ന് ഹിന്ദുക്കൾ മാത്രം ജയിച്ച് ഹിന്ദു പ്രത്യയശാസ്ത്രം മാത്രം കൊണ്ടുവന്നിട്ട് മുന്നോട്ട് പോയ രാജ്യം നന്നാകില്ല എന്ന് തന്നെയാണ് മോഹൻ ഭഗവത് പറഞ്ഞിരിക്കുന്നത്. ഇനിയെങ്കിലും കേരളത്തിൽ നടക്കുന്ന ദുഷ്പ്രചരണങ്ങൾ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കും.